നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ കുറിപ്പ്. പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞാവേളയിൽ VSന്റെ കയ്യിലുണ്ടായിരുന്ന കുറിപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തലുമായി സീതാറാം യെച്ചൂരി. ആ കുറിപ്പ് കൈമാറിയത് VS. മുഖ്യ ഉപദേശക പദവിയും LDF ചെയർമാൻ സ്ഥാനവും ആവശ്യപ്പെടുന്ന കുറിപ്പ് എഴുതിയത് VSന്റെ പേഴ്സണൽ സ്റ്റാഫ് എന്നും യെച്ചൂരി. കുറിപ്പ് യെച്ചൂരിക്ക് കൈമാറിയ VS ഇത്തരം ആവശ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന് പറഞ്ഞതായാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. പ്രതികരണം: VSനെ അനുനയിപ്പിക്കാൻ പദവി വാഗ്ദാനവുമായി യെച്ചൂരി കുറിപ്പ് നൽകിയെന്ന മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ക്യാബിനറ്റ് പദവിയോടെ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് എന്ന പദവിയും LDF അധ്യക്ഷ സ്ഥാനവും കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു പ്രചരണം. യെച്ചൂരിയുടെ സമ്മർദ്ദം മൂലം VS ആ പദവികൾ സ്വീകരിച്ചെന്നും പിന്നീട് വാർത്ത പരന്നു. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തഴയപ്പെട്ട VSനെ ആശ്വസിപ്പിക്കാൻ ഉന്നത പദവികൾക്ക് പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരികെ എടുക്കാമെന്ന് വാഗ്ദാനം നൽകിയതായും വാർത്തയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പദവികൾ ആവശ്യപ്പെട്ടത് VS തന്നെയെന്ന തുറന്നുപറച്ചിലുമായി യെച്ചൂരിയുടെ രംഗപ്രവേശനം. നിരോധനത്തിലെ നിലപാടുകൾ. ഡീസൽ വാഹനങ്ങളുടെ നിരോധനത്തിൽ സർക്കാർ എതിരല്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ഹരിത ട്രൈബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിൽ തീരുമാനം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷമെന്നും പ്രതികരണം. 10 വർഷത്തിലധികം പഴക്കമുള്ള 2000 cc മേലുള്ള ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസം. വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി ഗതാഗത മന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു. നാവികന് ആശ്വാസം. കടൽക്കൊലക്കേസിൽ അറസ്റ്റിലായ നാവികൻ സാൽവത്തോറെ ജിറോണിന് ഉപാധികളോടെ ഇറ്റലിയിലേക്ക് മടങ്ങാൻ സുപ്രീംകോടതി അനുമതി. നാവികന്റെ ഹർജിയിൽ അന്താരാഷ്ട്ര തലത്തിൽ കേസ് തീർപ്പാകും വരെ നാട്ടിൽ തുടരാമെന്നും നിർദ്ദേശം. അതേസമയം നാവികന്റെ ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ എതിർപ്പ് അറിയിച്ചില്ല. ജിറോണിന് മാനുഷിക പരിഗണന നൽകാമെന്ന് സർക്കാർ അഭിഭാഷകൻ. കൊല്ലം തീരത്തെ ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ നാവികരുടെ വെടിയേറ്റ് 2 മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടത് 2012 ഫെബ്രുവരിയിൽ. അതേസമയം കടൽക്കൊലക്കേസിൽ കേന്ദ്രം കള്ളക്കളി കളിക്കുന്നുവെന്ന് പിണറായി. സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത് ഇറ്റലിക്ക് അനുകൂലമായ നിലപാട്. ഇത് അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി. മുറി 1 നയം 2. മുൻ സർക്കാരിന്റെ വിവാദ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ച പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ ഔദ്യോഗിക മുറിയായി തിരഞ്ഞെടുത്തത് ഉമ്മൻചാണ്ടി ഉപയോഗിച്ചിരുന്ന മുറി തന്നെ. നോർത്ത് ബ്ലോക്കിന്റെ 3ാം നിലയിലെ 141 നമ്പർ മുറി. ഭരണത്തിലെ രണ്ടാമൻ CPIയുടെ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയെ തിരഞ്ഞെടുത്ത പിണറായി ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നതായി സൂചന. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കിയെത്തിയ 4 പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്ക് പുതിയ പദവികൾ നൽകും. അതേസമയം രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ ഡൽഹിക്ക് തിരിക്കും. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായും കൂടിക്കാഴ്ച നടത്തും. ഡൽഹി യാത്ര സൗഹൃദ സന്ദർശനങ്ങൾക്കായി മാത്രമെന്നും നിവേദനങ്ങൾ നൽകാനല്ലെന്നും മുഖ്യമന്ത്രി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.